ഇന്നത്തെ വീഡിയോ കറി ലീവ്സ് എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഇവിടെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് 2-3-4 ചട്ടിയിൽ കറി ലീവ്സ് വളർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലുള്ളത് വലിയതാണ്, അതുകൊണ്ട് വലിയ ചട്ടിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അതിലെല്ലാം ഈ വെള്ള പൂപ്പൽ പോലെ പൊടി പൊടി പോലെ ഇലയുടെ മേലെയും താഴെയൊക്കെ ആയിട്ട് വരുവാണ്. അതുമാത്രമല്ല ഇലയിൽ പിടിക്കുമ്പോൾ ഒരു പശ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കറിക്കൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. വെറുതെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ ഹാൻഡ് വാഷും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്താണ് കറി ലീവ്സ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയിലെല്ലാം അടിച്ചു കൊടുത്തു. മേൽഭാഗത്തും അടിയിലും ഇലയുടെ അടിയിലും ഈ വെള്ളം ഈ പൊടി പോലെ വന്നിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതൊരു പശയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. വൈകുന്നേരം ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ അടുത്ത ദിവസം വന്ന് നോക്കി. സ്പ്രേ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ ഈ പൊടികളൊന്നുമില്ല. ഈ വെള്ളപ്പൊടി എല്ലാം പോയി ഇലയൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ മണ്ണില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ചട്ടിയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയാണെങ്കിലും നമുക്ക് നന്നായിട്ട് എടുക്കാൻ വേണ്ടി വലിയ ചട്ടിയിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റും അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെയാണ് ഞാൻ മിക്സ് ചെയ്ത് ഒഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില നന്നായിട്ട് പിടിച്ചു വരാറുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് നല്ല വെയിൽ കിട്ടാത്തപ്പോൾ ഇതിൽ ഈ വെള്ളപ്പൊടിയൊക്കെ വന്ന് കറിവേപ്പിലയുടെ ഇലേനെയൊക്കെ ഇങ്ങനെ ചുക്കിക്കളയുന്ന പോലെ കാണാറുണ്ട്. അപ്പം ഞാനിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇലയുടെ ആ രോഗമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കറിവേപ്പില വളർന്ന് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ശിഖരം കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.